ഇപ്പൊ അങ്ങനെ LDF UDF എന്നുള്ള ഒരു രീതി ഇല്ലല്ലോ. ഇപ്പൊ അവര് ഒന്നല്ലോ. കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവർ ഒന്നാണ്. കേരളത്തിനകത്ത് ഇവര് രണ്ടായിട്ട് നിന്ന് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം LDF UDF എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. 40 വർഷക്കാലത്തോളം ഈ ഇടതും വലതും ഒക്കെ മാറി മാറി മരിച്ചിട്ട് അവര് ആകെ പൊറുതിമുട്ടിയിരിക്കുന്നു. ഇനി അവർക്കും ഒരു മാറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. നമസ്കാരം. അങ്ങനെ നമ്മളിപ്പോൾ NDA സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. അരുവിക്കരയിലെ NDA സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത ഒരു അഭിനേതാവ് കൂടെയാണ് എന്നുള്ളതാണ്. അപ്പോ രണ്ടു തരത്തിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്. ഒന്ന് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ, ഒന്ന് ഒരു നടൻ. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടും ഒരേപോലെ ഇഷ്ടം തന്നെയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി ഏതായാലും അത് 100% കർത്തവ്യത്തോടുകൂടിയും ഡെഡിക്കേഷനോടുകൂടിയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം രണ്ടും ഞാൻ ഒരേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് മത്സരത്തിന് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു റെസ്പോൺസ്? വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണ്. നമ്മള് ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് നമ്മുടെ അനൗൺസ്മെന്റ്, അതായത് അരുവിക്കരയിലെ മണ്ഡലത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അനൗൺസ് ചെയ്തതെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണം. അപ്പം തീർച്ചയായിട്ടും ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. അതായത് LDF UDF മത്സരം മാത്രം നടന്നിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോ NDA ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അത് എത്രത്തോളം ഒരു എന്താണ് മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്തെങ്കിലും ഉണ്ടോ ഈ പറയുന്നത് പോലെ? ഇപ്പൊ അങ്ങനെ LDF UDF ഇപ്പൊ അങ്ങനെ LDF UDF എന്നുള്ള ഒരു രീതി ഇല്ലല്ലോ. ഇപ്പൊ അവര് ഒന്നല്ലോ. കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവർ ഒന്നാണ്. കേരളത്തിനകത്ത് ഇവര് രണ്ടായിട്ട് നിന്ന് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം LDF UDF എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അവരൊന്നാണ്. നമ്മളാണ് ഇപ്പം അവരൊന്നും നമ്മൾ സെപ്പറേറ്റും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. വികസനം മുന്നോട്ട് വെച്ച് മുന്നിൽ പോകുന്ന ഒരു പാർട്ടിയും കൂടിയാണ്. നമ്മള് കേരളം വിട്ട് ബാക്കി ഏത് സംസ്ഥാനങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചു നോക്കിയാലും അറിയാം നമ്മുടെ വികസനം ഏതൊക്കെ രീതിയിലാണ് അവിടെ പ്രകടമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ കേരളം മാത്രമാണ് ഇന്നും വികസനം തൊട്ട് തിണ്ടാതെ കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഇത് ശരിക്കും ഒരു എന്താ പറയുക അവസരോചിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പൊ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിലും അതേപോലെ നമ്മളെ പല മണ്ഡലങ്ങളിലും ഇതുപോലുള്ള സമഗ്രമായിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കേണ്ട ആൾക്കാർ ഇനി ജനങ്ങളാണ്. തീർച്ചയായിട്ടും അവർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രഭാവം ഉണ്ടാവും എന്ന് എന്റെ പ്രതീക്ഷ. ഡീലാരോപണം അരുവിക്കരയിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഡീലാരോപണം അരുവിക്കരയിലുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ഇടതും വലതും തമ്മിലുള്ള ഡീലാരോപണമാണ് അരുവിക്കരയിലുള്ളത്. കാരണം 5 വർഷം ഇടത് ഭരിച്ചു, ഇനി ഒരു 5 വർഷം വലത് ഭരിക്കണം എന്നുള്ള ഡീലാരോപണമാണ് അവർക്കിടയിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രചരണങ്ങൾ മുമ്പോട്ട് പോകുന്നതും. ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മുതൽ പല രീതിയിലുള്ള വികസനം കാഴ്ചവെക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കടമ്പകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം മറികടന്ന് ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ അരുവിക്കരക്കാരുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? വളരെ അടുത്ത ആത്മബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ താമസിക്കുന്നത് എന്റെ മണ്ഡലം ഈ അരുവിക്കര മണ്ഡലത്തിന്റെ 2 വീട് അപ്പുറത്താണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 2 വീട് കഴിഞ്ഞ് നേരെ അരുവിക്കര മണ്ഡലത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഒരു നാട്ടിലേക്ക് വന്ന പ്രതിനിധിയാണ്. അല്ലാതെ ഞാൻ വേറൊരു നാട്ടിൽ പോയി മത്സരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയ ആളെന്നുള്ള രീതിയിലോ അല്ല. ഞാൻ അവർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി അങ്ങോട്ടും വിജയിച്ചു വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടാവും. അവരുടെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ പല വികസനങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടും ടൂറിസം എന്ന ഒരു സംഭവം തൊട്ട് വീണ്ടാതെ കിടക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ നാട്. അപ്പൊ അതിലൊക്കെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാനും ടൂറിസത്തിന് അനന്തമായിട്ടുള്ള സാധ്യതയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് ഇറങ്ങുന്നത്. ഇവിടെ ഈ പറയുന്ന പോലെ റോഡിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പല രീതിയിലും റോഡുകൾ വളരെ ദുർഘടകരമായിട്ടുള്ള രീതിയിലാണ് റോഡുകളുടെ അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല. ഈ സിറ്റിയിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന യുവാക്കളായിരുന്നാലും യുവതികളായിരുന്നാലും ഈ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടിയാണ് അവർക്കൊക്കെ വീട്ടിലെത്താൻ കഴിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. പിന്നെ മാത്രമല്ല വന്യജീവികളുടെ സങ്കേതം കൂടിയാണ്. വന്യജീവികളുടെ പ്രശ്നം ഇവിടെ രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു പരിമിതി രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
എന്തായാലും എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ അതുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ 100% വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എത്ര ശതമാനം എന്നുള്ളതില്ല, നമുക്ക് 100% വിജയപ്രതീക്ഷയോടുകൂടി തന്നെ. കാരണം ജനങ്ങള് കഴിഞ്ഞ 40 വർഷക്കാലത്തോളം ഈ ഇടതും വലതും ഒക്കെ മാറി മാറി മരിച്ചിട്ട് അവര് ആകെ പൊറുതിമുട്ടിയിരിക്കുന്നു. ഇനി അവർക്കും ഒരു മാറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. അത് വികസനത്തിലൂടെ പ്രാവർത്തികമാക്കുന്ന ഒരു പാർട്ടി എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ബാക്കി എല്ലാവരും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വന്ന് എന്തെങ്കിലും രീതിയിലുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരുത്തുക, നല്ല വികസനത്തിലേക്ക് നമ്മുടെ മണ്ഡലത്തില് എത്തിക്കുക. പിന്നെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ കഴിഞ്ഞ 5 വർഷം വിജയിച്ച് വന്നു കഴിഞ്ഞാൽ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ തന്നെ മികച്ച BJP ഭരിക്കുന്ന മികച്ച മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം അരുവിക്കര മണ്ഡലമാക്കി തീർക്കും എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഈ പറയുന്നത് പോലെ സ്റ്റീഫൻ സഖാവിനെ ഞങ്ങൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. ഞാൻ തന്നെ അടുത്തത്, മൂന്നാം പിണറായി സർക്കാർ തന്നെ അടുത്തത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമാണ് പുള്ളി പ്രകടിപ്പിച്ചത്. അത് അവര് തുടരും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തുടരും എന്നുള്ളത് ഈ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ രീതിയിൽ വികസനം എന്ന് പറയുന്നത് അവരുടെ പോക്കറ്റുകളിൽ മാത്രമാണ്, അല്ലാതെ നാട്ടിലേക്ക് ഒരു വികസനം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഭരണമാറ്റമാണ് വേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് വികസനം എത്തണം, ജനങ്ങളിലേക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ ഓരോന്നും എത്തണം. നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുടെ ഉപഭോക്താക്കളെന്നല്ല ഈ അരുവിക്കര മണ്ഡലത്തിൽ പലരും ഉണ്ട്. അപ്പൊ അത് ഒരുപാട് ജനങ്ങളിലേക്ക് ഇനി എത്താനും ഒക്കെ ആയിട്ട് BJP സർക്കാർ എന്ന ഭരണത്തിലേക്ക് വരണം എന്നുള്ളതാണ്. എന്തായാലും എല്ലാ ആശംസകളും. ഈ പറയുന്നത് പോലെ പുള്ളി തിരക്കിലാണ്, ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ വേണ്ടി നിരന്ന് നിൽക്കുന്നുണ്ട്. അരുവിക്കരയിലെ BJPക്ക് ഒരുപാട് പ്രതീക്ഷയാണ് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. Thank you.